ലോക ചരക്ക് വ്യാപാരത്തിന് പുതിയ കവാടമാകാൻ ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തു നിന്നുള്ള സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്പെയിനിലെ വലൻസിയയിലേക്കുള്ള ആദ്യ കയറ്റുമതിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതിനിടെ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കുന്നില്ല. പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചതിനാൽ എത്താൻ സാധിച്ചില്ലെന്ന് വിശദീകരണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, വിഴിഞ്ഞത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷം. മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഫ്ളാഗ് ഓഫ് കർമ്മം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ആദ്യ കപ്പൽ അത് സ്പെയിനിലെ വലൻസിയയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് ചിപ്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടാണ് 28-ാം തീയതി ആദ്യ ചരക്ക് കപ്പൽ കേരളത്തിൽ നിന്ന് പോകുന്നത്. സംസ്ഥാനത്ത് കരമാർഗമുള്ള ചരക്ക് നീക്കം, കയറ്റുമതി, ഇറക്കുമതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇന്ന് നടക്കുന്നത്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അദാനി പോർട്സിന്റെ സിഇഒ ആയിട്ടുള്ള അശ്വിനി ഗുപ്തയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാരിടൈം ബോർഡിന്റെ ഡയറക്ടറായിട്ടുള്ള മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ മാത്രമാണ് ഈ യോഗത്തിന് ഇന്ന് എത്തിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളിനെയാണ് ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർബാനന്ദ സോനോവാൾ ഈ യോഗത്തിലേക്ക് എത്താതിരുന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിനിധി മാത്രമാണ് പങ്കെടുക്കുന്നത്. അതിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ട്രാൻസ്ഷിപ്മെന്റ് മാത്രമുണ്ടായിരുന്ന വിഴിഞ്ഞത്താണ് ഇപ്പോൾ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എന്നുള്ളത് കേരളത്തിലെ വൻ മുന്നേറ്റമാണ്. വിവരങ്ങളാണ് അർജുൻ രാജ് നൽകിയത്.